ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. ആരും എണീറ്റിട്ടില്ല കേട്ടോ. അവിടെ മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ അത് കാണുന്നത്. അവിടെ നിന്നും വിളക്ക് തെളിയിച്ചിട്ടുണ്ടാവും. പൂജാരി രാവിലെ നേരത്തെ തന്നെ വരും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ വന്ന് നിന്ന് നോക്കിയ ശേഷം കോലൂടണേ. അതിന് മുൻപായിട്ട് അമ്മ എണീറ്റിട്ടുണ്ട്. അമ്മ എന്നെ ഇവിടെ ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ എണീക്കും കേട്ടോ. അമ്മ മുറ്റമൊക്കെ അടിച്ച് വെള്ളമൊക്കെ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് ആ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം തലയിൽ തോർത്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് വന്ന് വിളക്ക് തെളിയിക്കുക കേട്ടോ. തോർത്ത് കെട്ടി വെച്ച് വിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഞാൻ അതൊക്കെ തെളിയിച്ച് കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് അമ്മ വന്ന് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പാകമായിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോഴത്തേക്ക് ഇതാ പൂച്ചക്കൂട്ടന്മാർ പാലിന് വെറുതെ നിലവിളിക്കണ്ടോ. കുറച്ച് കൊടുത്താലേ അവരൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. പിന്നെ ഞാനും ചായയൊക്കെ ആയിട്ടുണ്ട്. ഞാനും കുടിക്കാനിരിക്കണേ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് കേട്ടോ ചായ കുടിക്കുമ്പോൾ. പിന്നെ ഇന്നേക്ക് ദോശയും പിന്നെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്നിക്കുള്ളതൊക്കെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ ഞാൻ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വാർത്തെടുക്കുകയാണ്. പിന്നെ സോയാബീനൊക്കെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ കറിയൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലിപ്സൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഉണ്ടാക്കുന്നതൊന്നും. അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അബി ഇതാ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഈ ഫുട്ബോളിനോട് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്രൈസാട്ടോ. അപ്പോൾ അത് കണ്ട് അവർക്ക് തട്ടണം. പിന്നെ അവൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ ബസ്സിലായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം. പിന്നെ അച്ഛൻ സൈക്കിളിലാണ്. അപ്പോൾ അവൻ ഒരു 10 മിനിറ്റ് വൈകി പോവുള്ളൂ കേട്ടോ. അപ്പോൾ അവനും റെഡി ആയിട്ട് പോയി. പിന്നെ അവനക്ക് ഈ പോയി പകുതി ഇങ്ങനെ എത്തുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവനെ ഞാൻ പറഞ്ഞയച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഏട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഓംലേറ്റും പിന്നെ പരിപ്പ് കറിയും കൂട്ടിയിട്ടാട്ടോ കൊടുക്കുന്നത്. ഏട്ടന് സോയാബീനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ബുധനാഴ്ച കൊണ്ട് ഒരു അതിഥിയുണ്ട്, അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട് ഇത്ര